എന്റെ അച്ഛൻ ചന്ദ്രോത്തുകാരനാവുമ്പോ എന്റെ വസ്തു എങ്ങനെ തേവക്കാട്ട് പോവും? അല്ല, തനുജ എപ്പോഴും തേവക്കാട്ടല്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. എന്തുകൊണ്ട് പറഞ്ഞതായാലും ശരി, വക്കീൽ നോട്ടീസ് അയച്ചത് തന്നെയാ. എന്റെ അച്ഛൻ കണ്ണിച്ചോരയില്ലാതെ ഒരാളെ വെടിവെച്ച് കൊന്നു. അത്രയും ദുഷ്ടതയില്ലല്ലോ ആ വക്കീൽ നോട്ടീസിന്. അന്ന് നീ പറഞ്ഞെന്ത്? യുദ്ധം ചെയ്ത് ജയിക്കണമെന്നല്ലേ? അപ്പൊ യുദ്ധം ചെയ്ത് തന്നെ ജയിക്കുവാണ്. നാടൻ ഭാഷ പറഞ്ഞ തല്ലി തന്നെ ജയിക്കും. തല്ല് വാങ്ങുന്നത് വരെ കാര്യങ്ങൾ കൊണ്ടുപോണോ? തല്ലി തീർത്താൽ ഇത് തീരുന്നാണോ നീ പറയുന്നത്? ഓ, നിന്റെ ശബ്ദം അങ്ങ് പൊങ്ങിയല്ലോ. നീ എന്നെ തല്ലൂന്നാണോ പറയുന്നത്? എങ്കി ഒന്ന് കാണട്ടെ. തല്ലടി തല്ലടി തല്ലടി. നീ എന്താ ഇവിടെ കയറി അഭ്യാസം കാണിക്കാണോ? ചേട്ടൻ എന്താ വന്നേ? വരൂന്ന് പറഞ്ഞില്ലല്ലോ. വരേണ്ട സമയത്ത് കൃത്യമായിട്ട് വരണ്ടേ മോളെ. അന്ന് നീ രക്ഷപ്പെട്ടു, പക്ഷെ എന്നും അതുപോലെ ആയിരിക്കില്ല. അന്ന് നീയാടാ രക്ഷപ്പെട്ടത്. എന്റെ കൂട്ടുകാരനും അളിയനും വന്ന ദിവസം നീ അവിടെ ഇല്ലായിരുന്നു. നിന്റെ ഭാഗ്യം. ഞാനവിടെ ഉണ്ടായിരുന്നെങ്കിൽ നീ ഇപ്പൊ ഇവിടെ നിൽക്കൂ. നീ നിന്റെ അളിയനും അങ്ങ് പരലോകത്തായിരിക്കില്ലടാ. ചേട്ടാ പോട്ടെ. എനിക്ക് സത്യത്തിൽ ഇവരെ കാണുമ്പോ ചിരിയാ വരുന്നത്. പണ്ടെന്റെ മുമ്പിൽ വലിയ ആളായവരാ, ഇപ്പൊ എന്റെ കാല് പിടിക്കാൻ നടക്കുന്നു. നിന്റെ കാല് പിടിക്കാൻ വന്നതല്ലടി, കാര്യങ്ങൾ മര്യാദയ്ക്ക് പറഞ്ഞു തീർക്കാൻ വന്നതാ. എന്താടാ ഒച്ച വയ്ക്കുന്നേ? നിങ്ങൾ ആരാ? നിങ്ങളൊന്ന് പുറത്തേക്ക് പോണം. വീട്ടിൽ വന്ന ആളാവുന്നോ? അച്ഛാ, ഇതാണ് സാക്ഷാൽ ത്യാഗരാജൻ ചേട്ടൻ, ചന്ദ്രമതി മാഡത്തിന്റെ സഹോദരൻ. ക്ഷമിക്കണം സാറേ, ആളറിയാതെ. സാറേ, ഇവിടെ വെച്ചൊരു പ്രശ്നം വേണ്ട പ്ലീസ്. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം. നിങ്ങക്ക് ജീവിക്കണമെങ്കിലേ ഇവളോട് ഞങ്ങൾ ആവശ്യപ്പെട്ട ചെയ്യാൻ പറ. ഇല്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും വരും. ഇനി ഇവളെ കാണാൻ വരണമെന്നുണ്ടെങ്കിൽ അങ്ങ് തേവക്കാട്ട് വന്നാ മതി.